ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാനും ക്യൂബയും തമ്മിലുള്ള രാഷ്ട്രീയ കൂടിയാലോചനാ സെഷന്റെ ആദ്യ റൗണ്ട് തിങ്കളാഴ്ച മസ്കറ്റിൽ നടന്നു. ഒമാനി പക്ഷത്തു നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയകാര്യ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഖലീഫ ബിൻ അലി അൽ ഹർത്തിയും ക്യൂബയെ വിദേശകാര്യ ഒന്നാം ഉപമന്ത്രി ജെറാർഡോ പെനാൽവറുമായിരുന്നു നയിച്ചിരുന്നത്. സംയുക്ത സഹകരണവും നിലവിലുള്ള ബന്ധങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ സെഷൻ പരിശോധിച്ചു. എല്ലാ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും താൽപര്യവും ഇത് അടിവരയിട്ടു. പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ചും ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഒമാനിലെ ക്യൂബ അംബാസിഡർ വ്ളാഡിമിർ ആൻഡ്രഡ് ഗൊൺസാലസും വിദേശകാര്യ മന്ത്രാലയത്തിലെ അമേരിക്കൻ വകുപ്പ് മേധാവി പ്ലീനി പൊട്ടൻഷ്യറി മന്ത്രി ഡോക്ടർ ഹനാൻ ബിൻ ഇബ്രാഹിം അൽ ഷിഹിയ ഇരുവശത്തു നിന്നുമുള്ള നിരവധി ഉദ്യോഗസ്ഥരും സെഷനിൽ പങ്കെടുത്തു. ദാഖിലിയ ഗവർണറേറ്റിൽ വീടുകളിൽ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 5 സ്ഥലങ്ങളിലാണ് മോഷണം റിപ്പോർട്ട് ചെയ്തത്. ദാഖിലിയ, ദാഹിറ ഗവർണറേറ്റ് പോലീസ് കമാൻഡുകൾ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ ആൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്ക് ഊഷ്മള വരവേൽപ്പ്. റോയൽ വിമാനത്താവളത്തിൽ രാജാവിനെയും പ്രതിനിധി സംഘത്തെയും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് നേരിട്ടെത്തിയാണ് വരവേറ്റത്. ഔദ്യോഗിക സ്വീകരണത്തിനു ശേഷം അൽ ആലം കൊട്ടാരത്തിൽ സുൽത്താനും രാജാവും ഔദ്യോഗിക കൂടിക്കാഴ്ചയും നടത്തി. രാജാവിനും പ്രതിനിധി സംഘത്തിനും ആശംസകൾ അറിയിച്ച സുൽത്താൻ സന്തോഷകരമായ താമസം നേരുകയും ചെയ്തു. ഊഷ്മളമായ സ്വീകരണത്തിനും ആതിഥ്യ മര്യാദയ്ക്കും ഹമദ് രാജാവ് സുൽത്താന് നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ സാഹോദര്യ ബന്ധങ്ങളും ഇരു ജനതയുടെയും താൽപ്പര്യങ്ങളും അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനുമായി വിവിധ മേഖലകളിൽ അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും അവലോകനം ചെയ്തു. ഒമാനിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ സേവന കാര്യങ്ങളിലും മറ്റ് ക്രമീകരണങ്ങളിലും സൗദി അറേബ്യയുമായി കരാറിലെത്തി. ഒമാൻ ഔഖാഫ് മതകാര്യ മന്ത്രാലയവും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയവുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം സംഘടിപ്പിച്ച ഹജ്ജ് കോൺഫറൻസിന്റെയും എക്സിബിഷന്റെയും ഭാഗമായാണ് കരാർ ഒപ്പിട്ടത്. ഒമാനെ പ്രതിനിധീകരിച്ച് ഔഖാഫ് മതകാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ മഅ്മരിയും സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ച് ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് ബിൻ ഫൗസാൻ അൽ റബീഅയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഒമാനിൽ നിന്നുള്ള തീർത്ഥാടകരെ സേവിക്കുന്നതിൽ ഇരു കക്ഷികളും തമ്മിലുള്ള ഫലപ്രദമായ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ് കരാർ. ഒമാനിൽ നിന്നും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കുന്നവർ ഹിജ്റ 1446 ഷഅബാൻ 14 മുമ്പ് നുസുക് പ്ലാറ്റ്ഫോമിൽ വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നു കരാറിൽ പറയുന്നു. എല്ലാ തീർത്ഥാടകരും വരുന്നത് ഹജ്ജ് കാര്യ ഓഫീസ് വഴി ആയിരിക്കണം. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം, മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ വഴിയായിരിക്കും വിമാനമാർഗമുള്ള തീർത്ഥാടകരുടെ വരവും പോക്കും. കരമാർഗമുള്ള വരവും പോക്കും റുബുൽ ഖാലി, ബത്ത അതിർത്തികൾ വഴിയായിരിക്കുമെന്നും കരാറിൽ വ്യക്തമാക്കുന്നു. അതേസമയം ഒമാനിൽ നിന്നും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കുന്നവർക്ക് മന്ത്രാലയത്തിൽ നിന്നുള്ള സന്ദേശം അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള യോഗ്യതയുടെ മുൻഗണന പാലിച്ചുകൊണ്ട് ഇലക്ട്രോണിക് സംവിധാനം വഴി നറുക്കെടുപ്പിലൂടെയാണ് അർഹരായവരെ കണ്ടെത്തുന്നത്. സന്ദേശം ലഭിക്കുന്നവർ 5 ദിവസത്തിനുള്ളിൽ മന്ത്രാലയം നിർദ്ദേശങ്ങൾ പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. ലൈസൻസുള്ള ഹജ്ജ് കമ്പനികളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. കൂടാതെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി കരാർ തുകയുടെ 50% ഈ കാലയളവിൽ കൈമാറണമെന്നും ഔഖാഫ് മതകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആകെ 39,519 പേരാണ് ഇത്തവണ ഹജ്ജിന് രജിസ്റ്റർ ചെയ്തത്. 14,000 ഇത്തവണത്തെ ഒമാന്റെ ഹജ്ജ് ക്വാട്ട. 13,098 ഒമാനികൾക്കും 470 പ്രവാസികൾക്കും അവസരം ലഭിക്കും. ബാക്കി സീറ്റ് ഒമാൻ ഹജ്ജ് മിഷൻ അംഗങ്ങൾക്കായിരിക്കും. അറബ് പൗരന്മാരായ 235 പേർക്കും ഇതര രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 235 പേർക്കുമായിരിക്കും പ്രവാസി ക്വാട്ടയിൽ നിന്നും അവസരം. അന്വേഷണങ്ങൾക്കും മറ്റ് വിവരങ്ങൾക്കുമായി 80008008 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു.
ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസികളുടെ പട്ടികയിൽ ഒമാനി റിയാൽ 3-ാം സ്ഥാനത്ത്. ഫോർബ്സ്, ഇൻവെസ്റ്റോപീഡിയ തുടങ്ങിയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഒരു റിയാലിന് 2.59 US$ നിലവിലെ മൂല്യം. കഴിഞ്ഞ വർഷം 2.49-നും 2.60-നും ഇടയിലായിരുന്നു. കുവൈറ്റ് ദിനാറാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി. 3.23 US$ നിലവിൽ ഒരു കുവൈറ്റ് ദിനാറിന്റെ മൂല്യം. കഴിഞ്ഞ വർഷം ഇത് 3.12-നും 3.3-നും ഇടയിലായിരുന്നു. പട്ടികയിൽ 2-ാം സ്ഥാനത്ത് ബഹ്റൈൻ ദിനാറാണ്. 3-ാമത് ഒമാനി റിയാലും. ജോർദാനിയൻ ദിനാർ, ഗ്രിബാർട്ടൺ പൗണ്ട്, ബ്രിട്ടീഷ് പൗണ്ട് എന്നിവയാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. പ്രധാനമായും എണ്ണയെ ആശ്രയിക്കുന്നതാണ് ഒമാന്റെയും കുവൈറ്റിന്റെയും ബഹ്റൈന്റെയും സമ്പദ്വ്യവസ്ഥ. എന്നാൽ എണ്ണ ഇതര വരുമാനങ്ങളിലേക്ക് ഒമാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടിപ്പോൾ. ഇത് ഒമാനി റിയാലിന്റെ മൂല്യം ഉയർത്താനും സഹായകമാകും. വിനോദസഞ്ചാരം, കയറ്റുമതി, നിർമ്മാണം, മത്സ്യബന്ധനം, ഫ്രീ സോണുകൾ, പ്രത്യേക സാമ്പത്തിക മേഖലകൾ തുടങ്ങിയവ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് സർക്കാർ ലക്ഷ്യമിടുന്ന പ്രധാന മേഖലകളാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിന് 86.60 എന്ന റെക്കോർഡ് നിലയിലെത്തി. ഒരു റിയാലിന് ഇന്നലെ 224.05 ആയിരുന്നു വിനിമയ നിരക്ക്. അന്താരാഷ്ട്ര വിനിമയ നിരക്ക് പോർട്ടലായ എക്സി എക്സ്ചേഞ്ച് ഒമാനി റിയാലിന് 225 രൂപയ്ക്ക് മുകളിലാണ് കാണിക്കുന്നത്. ശമ്പളം കിട്ടിയതിന് പിന്നാലെ ഭൂരിഭാഗം പ്രവാസികളും നാട്ടിലേക്ക് പണമയച്ചതിനാൽ ധനകാര്യ വിനിമയ സ്ഥാപനങ്ങളിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടില്ല. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കവും എണ്ണവിലയിലെ കുതിച്ചുചാട്ടത്തെ തുടർന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ നിലപാടിനെയും തുടർന്നാണ് രൂപയുടെ മൂല്യം കുറഞ്ഞത്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഇടിവുണ്ടാകുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിൽ അറ്റകുറ്റപ്പണികൾക്കിടെ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷാപ്രവർത്തകരെത്തിയാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. കെട്ടിടത്തിന്റെ തകർന്ന ഭാഗം നീക്കം ചെയ്ത് ഇയാളെ പുറത്തെടുക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ഇയാൾക്ക് സംഭവസ്ഥലത്ത് തന്നെ അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റി അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കിയതായും സിവിൽ ഡിഫൻസ് അറിയിച്ചു. ബോഷർ വിലായത്തിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അലൂമിനിയം വർക്ക്ഷോപ്പിൽ തീപിടുത്തം. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. അഗ്നിശമന സേനാ അംഗങ്ങളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.